ഹായ് ഗൈസ്, ഞാൻ നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാം. ബായോ എന്താ നമുക്ക് നോക്കിയിട്ട് വരാം. എൻ്റെ വീട്ടിൽ മുട്ടിട്ട് നിൽക്കുന്ന ഒരു ചെടിയെ കാണിക്കാനാണ് ഞാൻ വന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ചെടി. ഈ ചെടി ഏതാണെന്ന് മനസ്സിലായോ? ഇതാണ് സിറോക്രിസം ബ്രാക്ടിയാറ്റം അഥവാ ഊട്ടി എവർലാസ്റ്റിംഗ് ഓർ പേപ്പർ ഡീസി എന്ന് പറയുന്ന ചെടി. അതായത് നമ്മൾ ഊട്ടിയിൽ നിന്നൊക്കെ വരുമ്പോൾ മഞ്ഞ പൂക്കളുള്ള ഒരു ബണ്ടിൽ ഓഫ് ഫ്ലവേഴ്സ് കൊണ്ടുവരാറില്ലേ, ആ ചെടിയാണിത്. ഇതെനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ഊട്ടിയെ പോയപ്പോൾ കൊണ്ടുവന്ന കുറച്ച് ഊട്ടി ഫ്ലവേഴ്സാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ചെടിയുടെ വിത്ത് പാവി വീടിൻ്റെ അവിടെയൊക്കെ പാവി ഇട്ടു. വീടിൻ്റെ ഫ്രണ്ടിൽ ഒന്നും ഇത് പൊടിച്ചില്ല, വീടിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ചെടി മാത്രം പൊടിച്ചു വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഊട്ടി ഫ്ലവേഴ്സ് അല്ലേ, എന്തായാലും ഈ കാലാവസ്ഥയിൽ പൂക്കാൻ പോകണില്ല, അങ്ങനെ വെറുതെ നിർത്തിയതാണ്. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ മാർച്ച് മാസത്തിൽ അത് മുട്ടിട്ടിരിക്കുകയാണ്. എന്താ അല്ലേ? എനിക്കത് കണ്ടപ്പോൾ വളരെ അത്ഭുതം തോന്നി. കാരണം ഇത്രയും ചൂടുള്ള കാലാവസ്ഥയിൽ എങ്ങനെയായി ഊട്ടിയിൽ മാത്രം പൂക്കുന്ന പൂവ് ഇവിടെ മുട്ടിട്ടിരിക്കുന്നത്? അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ വീട്ടിലെ ഓരോ ചെടികൾക്കും ഓരോ കഥകൾ എൻ്റെ അടുത്ത് പറയാനുണ്ടാവും. അതേപോലെ തന്നെ ഈ പേപ്പർ ഡേസിയും എൻ്റെ അടുത്തൊരു കഥ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നറിയോ? നമ്മുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഈ പ്രപഞ്ചവും ഈ മനുഷ്യരും ഈ പ്രകൃതിയും എതിരെ നിന്നാൽ പോലും നമ്മുടെ ആ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നേടിയെടുക്കണം എന്ന് നമുക്ക് ദൃഢനിശ്ചയവും ദൃഢവിശ്വാസവും ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് നേടിയെടുക്കാൻ കഴിയും. അതേടോ, നമുക്ക് നമ്മൾ ദൃഢവിശ്വാസവും ആത്മവിശ്വാസവും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ആരൊക്കെ എതിര് നിന്നാലും, അത് പ്രകൃതി ആയിക്കോട്ടെ മനുഷ്യനായിക്കോട്ടെ, ആരെതിര് നിന്നാലും ഈ കടുത്ത വേനലിൽ ഇവള് മുട്ടിട്ട് പുഷ്പിക്കാനായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കും നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ ദെൻ ബൈ.